എന്തായി? ഇവിടെ ആശ്ചര്യം പറഞ്ഞിരുന്നല്ലോ, സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാം, ഉണർച്ചയിലും കാണാം, സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. എന്നാ കേരളത്തിൽ മുജാഹിദ് ആശയത്തോട് എതിരുള്ള ആള് തന്നെയല്ലേ മൂപ്പര്? അതേ മൂപ്പര് എപ്പോഴും നമ്മളെങ്ങനെ നമ്മൾ വിളിക്കലുണ്ട്, നിങ്ങൾ എന്നോടൊപ്പം വാദപ്രയോഗത്തിന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കലുണ്ട് ഇദ്ദേഹവും. ആ ആള് പറയുകയാണ്, പച്ചക്കാഫിറിനും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാം. ഓ മുഅ്മിനീങ്ങളെ, എവിടെ എത്തി ഇവരുടെ വാദം? എവിടെ എത്തി സമസ്തക്കാർ എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് പറഞ്ഞപ്പോ ഞാൻ കുണ്ടൂരിന്റെ വിഷയം പറഞ്ഞു. റസൂലുള്ളാഹിനെ നേർക്കുനേരെ കാണാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യവും കണ്ട ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞു. അല്ല പിന്നെ മൗലവിമാരെ, നേർക്കുനേരെ വരില്ലെന്നാണോ നിങ്ങളെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ മിഅ്റാജിന് പോകുമ്പോൾ എന്നിട്ട് പറഞ്ഞു, റജബ് 27 അന്ന് എവിടെയാണ് പൂർണ്ണചന്ദ്രനുള്ളത്? ചന്ദ്രനെ കാണാം. ചന്ദ്രന്റെ വെളിച്ചം കൊണ്ടാണോ അവിടെയുള്ള മാമലകളൊക്കെ കാണുന്നത്? എവിടെ? റസൂലുള്ളാഹി മിഅ്റാജിന് പോയപ്പോൾ ആദ്യം പോയത് ബൈത്തുൽ മുഖദ്ദസിലേക്കല്ലേ? എന്തിനു പോയത്? ആ ഖബർ സിയാറത്തിന് പോയതാണല്ലോ. ഖബർ സിയാറത്തിന് പോയതാണ്. ബാറക്നാ ഹൗലഹു. ഭൂരിപക്ഷം മുഫസ്സിറുകളും പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അനുഗ്രഹമാക്കിയത് ബിൽ അസ്ജാരി വത്തിമാർ, വിവിധങ്ങളായ വൃക്ഷലതാദികൾ, ഫലമൂലാദികൾ, അതൊക്കെ അവിടെ ധാരാളമായി കൊടുത്തുകൊണ്ട് അല്ലാഹു അതിനെ അനുഗ്രഹിച്ചു. തഫ്സീർ ഇബ്നു കസീറിലില്ലേ, തഫ്സീർ തബരിയിലില്ലേ, തഫ്സീർ ഖുർതുബിയില്ലേ, എല്ലാ തഫ്സീറുകളിലും കാണാം. അതാ ചില പണ്ഡിതന്മാര് വിശദീകരിച്ചത്. അപ്പൊ ചോദിക്കുക, രാത്രി പോയാൽ എങ്ങനെയാ പ്രകൃതി രമണീയത കാണുക? ഇത് നടക്കണ സംഭവം തന്നെ അത്ഭുത. ഈ നടക്കണ സംഭവം തന്നെ അത്ഭുതല്ലേ? ഇസ്റാ മിഅ്റാജ് എന്ന് പറയപ്പെടുന്ന സംഭവം അതാ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. രാത്രിയുടെ അല്പസമയം. പണ്ഡിതന്മാര് പറയപ്പെടുന്നു ആ മിൻ എന്ന പ്രയോഗം അത് മിൻ തബ്ഈദിയാണ്, ബഅദിനെ മാത്രം ഉദ്ദേശിച്ചാണ്. അതേ രാത്രിയുടെ നിമിഷാർദ്ധങ്ങളിൽ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പോയി എവിടത്തേക്ക്? ആയിരക്കണക്കിന് വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസ്. അതന്നെ അത്ഭുതമാണ്, അതന്നെ അത്ഭുതമാണ്. പിന്നെ റജബ് 27 എന്നാ പറഞ്ഞത്. റജബ് 27 എന്ന് ഖണ്ഡിതമായി തെളിവുണ്ടോ? ഇസ്റാ മിഅ്റാജ് ഉണ്ടായത് റജബ് 27 എന്ന് ഖണ്ഡിതമായി പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ടോ? അഭിപ്രായമില്ല. അവിടെയൊക്കെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇഖ്തിലാഫ് ആയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അവിടെ ചെന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മൂസാ നബി അലൈഹി സ്വലാമയെ കണ്ടു. അദ്ദേഹം ഖബറിൽ നിസ്കരിക്കുന്നതായി. ഇനി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എല്ലാവരെയും അല്ലാഹു റൂഹ് ജസദിലേക്ക് മടക്കിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ജീവിപ്പിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. എന്തിനാ? റസൂലുള്ളാഹിക്ക് വിളിച്ചു പ്രാർത്ഥിക്കാനാ? വിളിച്ചു പ്രാർത്ഥിക്കാൻ. ആത്മാവിനെ റൂഹിലേക്കും ആ റൂഹിനെ ശരീരത്തിലേക്കും അടക്കിയിട്ട് കൊണ്ടുവന്ന് നിർത്തണ്ടല്ലോ. നിങ്ങളെ വാദപ്രകാരം എവിടുന്ന് എങ്ങനെയും വിളിക്കാലോ. പിന്നെന്തിനാ ശരീരത്തിലേക്ക് മടക്കുന്നത്? അവിടെയാണ് റിസാല എഴുതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അമ്പിയാക്കളെയും അതാ ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. എവിടെ? ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ള നേരെ മിഅ്റാജ് പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നു 6-ാം ആകാശത്തിൽ വെച്ച്. അവിടെ വെച്ചതാ മൂസാ നബി റസൂൽ തിരിച്ചു വരുമ്പോ ചോദിച്ചു, അല്ല നബിയെ, എന്താ നിങ്ങൾക്ക് കിട്ടിയത്? പടച്ചോൻ തന്നത്? അത് എനിക്ക് 50 വഖ്ത് നിസ്കാരം തന്നിട്ടുണ്ട്. ഉടനെ മൂസാ നബി പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഓ നബിയെ, ഞാനൊരു ഖൗമിനെ നയിച്ച് ശീലമുള്ളയാളാണ്. അതെ, ബനൂ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ നയിച്ച് ശീലമുള്ള മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളെ ഉമ്മത്ത് 50 വഖ്ത് നിസ്കരിക്കൂലട്ടോ. അതുകൊണ്ട് ഒന്ന് ചുരുക്കാൻ വേണ്ടി റബ്ബിനോടൊന്ന് എന്ന് പറ. പറഞ്ഞേ, ഞാൻ പോലൊക്കെ പറ്റില്ല. അല്ല നബിയെ, പോണം, അള്ളാഹുവിനോട് പോയി പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അങ്ങനെ 9 തവണ ഓരോ പ്രാവശ്യം വരുമ്പോഴും മൂസാ നബി പറയും, വീണ്ടും കുറക്കണം, വീണ്ടും കുറക്കണം. അങ്ങനെ 9 5 45 കുറച്ചതിന് ശേഷം ബാക്കി 5.
മൂസാ നബി പറഞ്ഞു, ഇല്ല നിർത്ത്, വീണ്ടും പോയിക്കോ, ഇനിയും പോയിക്കുമ്പോ 5 പറ്റൂല. ഉറപ്പല്ലേ? നമ്മളെ മുസ്ലിങ്ങൾ അവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ ഉറപ്പല്ലേ 5 പറ്റുണ്ടോ? അതുകൊണ്ടാണ് ചേകനൂരിൽ പണിയെടുത്തത്. വേണ്ട 3 ആക്കിയേക്കാം, 3 അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. കാരണം നമുക്ക് പറ്റുന്ന ചില സമയങ്ങളിൽ. പിന്നെ മൂപ്പര് അവസാനം പറഞ്ഞു, നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞു. അവിടെ മൂപ്പര് പറഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങനെ നിസ്കരിച്ച് പ്രയാസപ്പെടുന്നവർക്കും തീരെ നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഉത്തമകൃതി എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരെ പുസ്തകം പുറത്തിറക്കിയത്. ചില ആളുകൾക്ക് അങ്ങനെ നിസ്കാര കള്ളന്മാർക്ക് അവർക്ക് പറ്റിയ സാധനമായിരുന്നു ഈ കൂട്ടം. അങ്ങനെ കുറെ ആളുകൾ അങ്ങോട്ട് പോയി ചേകനൂരിലേക്ക്. എന്തിനാ പോയത്? നിസ്കരിക്കാതിരിക്കാൻ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്ന ആളുകളിൽ ഞാൻ ചോദിക്കട്ടെ, സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ജുമുഅ നമസ്കാരം നടക്കുന്നത് പോലെ നടക്കുന്ന എത്ര പള്ളിയുണ്ട് കേരളത്തിൽ? ജുമുഅ നിസ്കാരത്തിൽ എല്ലാവരോടും എത്തുമല്ലോ. ഒന്നെങ്കിൽ സെമി ഫൈനലിലോ അല്ലെങ്കിൽ ഫൈനലിലോ എത്തുമല്ലോ. മനസ്സിലായില്ല? കേരളത്തിലൊരു മുസ്ലിയാർ പ്രസംഗിച്ചതാണ്. നമ്മളെ കുട്ടികള് ഖുത്ബ കേൾക്കാൻ വേണ്ടി വന്നിരിക്കണില്ല. കുട്ടികൾ ഇങ്ങനെ പുറത്തു മാറി ഇങ്ങനെ വട്ടം തിരിഞ്ഞിരിക്കും. എന്നിട്ട് ചോദിക്കും, എടാ ഇപ്പൊ എന്താ നടക്കണത്, സെമി ഫൈനലോ ഫൈനലോ? സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഖുത്ബ, ഫൈനൽ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഖുത്ബ. ഫൈനൽ ആണെന്ന് പറഞ്ഞാൽ കുട്ടികളകത്ത് കയറും. എന്ന് വെച്ചാൽ ആ സമയത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്തേ കയറുള്ളൂ എന്ന് പറഞ്ഞു. അതെ, ആ സമയത്തെങ്കിലും പള്ളിയിലെത്തി ജമാഅത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ജുമുഅ നമസ്കാരത്തിന്റെ ജമാഅത്തിൽ എല്ലാവരും ഉണ്ട്. ഇതുപോലെ സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന എത്ര പള്ളിയുണ്ട്? അതാ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്. എന്ത്? നബിയെ, നിങ്ങളെ ഉമ്മത്തിന് സാധിക്കൂല, 5 സാധിക്കൂല, കുറയ്ക്കും. ഇല്ല, ഇനി റബ്ബിലേക്ക് പോകാൻ നാണക്കേടാണ്, ഞാൻ ലജ്ജിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ഈ സംഭവം എന്തിനാ തെളിവുദ്ധരിച്ചത്? ഞങ്ങൾ ഔലിയാക്കന്മാരെ വിളിച്ചാൽ അവരതാ റൂഹും ജസദുമായി ഹാളിറാകും എന്ന് പറയാനാണ് തെളിവുദ്ധരിച്ചത്. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക, എന്താപ്പം ഇവരെ കഥ. പിന്നെ 2ാമത്തെ തെളിവ് ഇനി അടുത്തെന്താ? ഓ മൗലവിമാരെ, നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ്യ, അദ്ദേഹം തന്റെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ അൽ ബിദായത്തു വന്നിഹായയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തേ സംഭവം? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതാ കലാപകാരികളാൽ വീട്ടിൽ ഉപരോധത്തിൽ ഏർപ്പെടുത്തപ്പെട്ട സമയം, വീട്ടിന്റെ ഉള്ളിൽ തടങ്കലിലാക്കപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് നോമ്പായിരുന്നു, നോമ്പ് തുറക്കാൻ വെള്ളമില്ല. അപ്പോഴതാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇരിക്കുന്ന റൂമിലെ മച്ചിന്റെ മുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അതാ വെള്ളമൊഴിച്ചു കൊടുത്തു നോമ്പ് തുറക്കാൻ. കൃത്യമാണ്. എന്നാൽ ഇതാ എന്റെ കയ്യിൽ അൽ ബിദായത്തു വന്നിഹായയുടെ ആ ഭാഗമാണുള്ളത്. എന്താ ആ വിഷയത്തിൽ 4-5 റിപ്പോർട്ടുകൾ അൽ ബിദായത്തു വന്നിഹായയിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എടുത്തു കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം. അൻ ഇബ്നു ഉമറ അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസ്ബഹ യുഹദ്ദിഥു നാസ. അതാ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രഭാതത്തിനായപ്പോൾ ജനങ്ങളോട് സംസാരിക്കുകയാണ്. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉസ്മാൻ, ഓ ഉസ്മാനെ, അഫ്തിർ ഇൻദനാ, ഞങ്ങളുടെ അടുത്ത് നീ നോമ്പ് തുറക്കൂ ഉസ്മാൻ. ഫഅസ്ബഹ സ്വായിമാ വഖുതില മിൻ യൗമിഹി. അങ്ങനെ അദ്ദേഹം നോമ്പിലുമായി ആ ദിവസത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. റിപ്പോർട്ട് നമ്പർ 1. അപ്പൊ എന്താ വിഷയം? സ്വപ്നത്തിൽ കണ്ടു. ഇനി 2ാമത്തെ റിപ്പോർട്ടും ഞാൻ വായിക്കാം. അതാ
കസീർ ഇബ്നു സ്വൽത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ കസീർ റഅയ്തുൽ ബാരിഹ, ഇന്നലെ ഞാൻ കണ്ടു, വകഅന്നി ദഖൽതു അലാ നബിയില്ലാ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നത് പോലെ, വഇൻദഹു അബൂബക്കറിൻ വഉമറു, അതാ റസൂലുള്ളാഹിന്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇർജി ഫഇന്നക മുഫ്തിറുൻ ഇൻദി ഗദാ, ഓ ഉസ്മാനേ മടങ്ങിക്കോളൂ ഇങ്ങോട്ട്, ഞങ്ങളുടെ അടുത്ത് വെച്ചാണ് നാളെ നിങ്ങൾ നോമ്പ് തുറക്കുക. സ്വപ്നത്തിൽ കണ്ട കഥ ഇനി കഴിഞ്ഞില്ല. അടുത്ത റിപ്പോർട്ട് കേട്ടോളൂ. അടുത്ത റിപ്പോർട്ടും അതാ കസീർ ഇബ്നു സ്വൽത്ത് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്വപ്നം കണ്ടു. 3. ഇനി 4-മത്തതോ വീണ്ടും കാണാം. അതിലാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അതാ അബ്ദുല്ലാഹി ഇബ്നു സലാം, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, അതൈതു ഉസ്മാൻ, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു, അദ്ദേഹം അതാ തടങ്കലിൽ കിടക്കുകയാണ്. ഫദഖൽതു അലൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രവേശിച്ചു. എന്നിട്ട് വിഷയം പറയുമ്പോ അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറഞ്ഞത്? മർഹബൻ ബി അഖീ, എന്റെ സഹോദരാ നിനക്ക് സ്വാഗതം. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലൈല, ഇന്ന് ഞാൻ രാത്രിയിൽ റസൂലുള്ളാഹിനെ കണ്ടു. എവിടെ? അതാ ആ വീടിന്റെ ആ മച്ചിൽ, അവിടെ ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, സ്വപ്നം കണ്ടു എന്ന വിഷയം അതാ എടുത്തുദ്ധരിക്കുകയാണ്. വീണ്ടും സ്വപ്നത്തിന്റെ കഥ പറയുന്നു. പിന്നീട് അവസാനത്തിൽ റിപ്പോർട്ടുണ്ട്, അതിൽ സ്വപ്നം എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് വലിയ തെളിവായിട്ട് ഇവിടെ എടുത്തു കാണിച്ചത്. ഒരു വിഷയത്തിൽ അതാ റിപ്പോർട്ടുകൾ മുഴുവനും സ്വപ്നവുമായി ബന്ധപ്പെട്ട്, ഒരെണ്ണം സ്വപ്നം ഇല്ലാതെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കേട്ട ആൾക്ക് തെറ്റിന്നല്ലേ മനസ്സിലാക്കുക. ഭൂരിപക്ഷം ആളുകളും സ്വപ്നത്തെ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ബിദായത്തു വന്നിഹായയിലാണ്. ഞാൻ ബോറെടുത്തെന്ന് പറഞ്ഞതല്ല, നാളെ വന്നിട്ട് പറയണ്ട അത് നിങ്ങൾ കടത്തി കൂട്ടിയതാണ് പറയാൻ നിൽക്കണ്ട. കണ്ടോ? അൽ ബിദായത്തു വന്നിഹായ, ലോകത്ത് എവിടൊക്കെ ഇതിന്റെ കോപ്പിയുണ്ടോ അതിലെല്ലാം ഇതേ സംഭവമാണുള്ളത്. ഓ മുസ്ലിമീങ്ങളെ, ഇല്ല, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആശയത്തെ തകർക്കാൻ. നിങ്ങൾ കൊണ്ടുവന്നതോ നിങ്ങൾ ഉദ്ധരിച്ചതോ ഭൂരിപക്ഷവും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഉണ്ടാക്കിയതല്ലാതെ നേർക്കുനേരെ നിങ്ങൾ തെളിവുദ്ധരിച്ചിട്ടില്ല. ഇനിയോ പ്രിയപ്പെട്ട സഹോദരാ, അപ്പോൾ ഇതിന്റെ കഥ ഇതാണ്. ഇനി ആർക്കും പരിശോധിക്കാൻ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത പ്രാവശ്യം വരുമ്പോ അതങ്ങ് പറഞ്ഞേക്കണം, ഇല്ല അതിനകത്ത് അങ്ങനെയല്ല ഇങ്ങനെയുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ വിഷയം അപ്പോൾ വീണ്ടും വിശദീകരിക്കാം. അവിടെ അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെ ഞാൻ അന്നിവിടെ ഒരു സംഭവം പറഞ്ഞിരുന്നു. എന്തായിരുന്നു സംഭവം? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവം അല്ലേ? എന്തായിരുന്നു? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മരിച്ച ഉപ്പ അതാ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ റബ്ബ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനടുത്ത് കൊണ്ടുവന്നിട്ട് റബ്ബ് അദ്ദേഹത്തോട് ചോദിച്ച വിഷയം, അതും അതിന്റെ വിശദീകരണങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതിന്റെ CD ഇവിടെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ച വിഷയത്തിന്റെ CD ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അത് കേട്ടു നോക്കിയാൽ അറിയാം, ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഈ വിഷയം പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്ന വിഷയം കൃത്യമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ ആവട്ടെ, മുഴുവൻ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ കൃത്യമായ തീരുമാനമുണ്ട്. പിന്നെന്താ? ഇസ്തിഗാസ, അതില്ല ഇൻ ഖാമ അലാ ഖബരി എന്ന വിഷയം, ലൈൻ ഖാമ അലാ ഖബരി എന്ന വിഷയം, ആ വിഷയമാണ് പിന്നെ തെളിവെടുത്തുദ്ധരിച്ചത്. ഇതിനെ മൗലവിമാരെ നിങ്ങൾക്ക് കഴിയുക തന്നെയില്ല എന്നാ പറഞ്ഞത്. അതിന് ഇവിടെ കുന്നത്തേരിയിൽ നടന്ന സംവാദത്തിന്റെ വിഷയമൊക്കെ എടുത്തിട്ടിരുന്നു.
ഞാൻ വീണ്ടും പറയാണ്, അതൊക്കെ നടക്കണ നല്ലതാണ്. ആ സംവാദം കൊണ്ടൊക്കെ മുജാഹിദുകൾക്ക് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അങ്ങനെ പേടിച്ചോടുന്ന ആളുകളല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുമായിട്ട് തന്നെ ഞങ്ങൾ എത്ര സംവാദം നടത്തി, ഞങ്ങളെ പണ്ഡിതന്മാര് അല്ലേ. കേരളത്തിൽ തന്നെ ഏറ്റവും അടുത്ത തലശ്ശേരിയിൽ വരെ നമ്മൾ സംവാദം നടത്തിയിട്ടുണ്ടല്ലോ. നമ്മളെ പണ്ഡിതന്മാർ കൃത്യമായി അതിൽ നിങ്ങളുമായിട്ട് തന്നെ സംവാദം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലൊന്നും പേടിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലഇൻ ഖാമ അലാ ഖബ്രി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു അല്ലെങ്കിൽ ലഅജബ്തുഹു എന്നൊക്കെ പറഞ്ഞ വിഷയം, ഞാൻ ആ വിഷയത്തിൽ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് സഹായം തേടി വിളിച്ചതാണെന്നാണ് ഇവര് പറയാറുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്ക് വിളിക്കാം, നമുക്ക് വിളിക്കാനുള്ള തെളിവുണ്ടതിൽ, റസൂലുള്ളാഹി നമുക്ക് ഉത്തരം നൽകും എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന വിഷയം, അതിനെവിടെയാ തെളിവ്? അതിനെവിടെയാ തെളിവ്? ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ, ആ ഹദീസ് മനസ്സിലാക്കിയ സ്വഹാബി വര്യന്മാരാണ്. ആ സ്വഹാബി വര്യന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 100 കണക്കിന് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ പ്രയാസത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചില്ല. പ്രവാചകരെ വിളിച്ചാൽ അല്ല ഉജീബന്നഹു, ഉത്തരം റെഡിയാന്നല്ലേ പറഞ്ഞത്? ഉടനെ ഉത്തരം റെഡിയാന്ന. എന്നിട്ട് എവിടെ സ്വഹാബികൾ ആരും വിളിച്ച ചരിത്രം കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ജമൽ യുദ്ധവും സുഫീൻ യുദ്ധവും ഏറ്റവും കലുഷിതമായ അവസ്ഥ. ആ വിഷയത്തിൽ അതാ പ്രവാചകന്റെ സ്വഹാബി വര്യന്മാർ 2 ഭാഗത്തേക്ക് തിരിഞ്ഞ് 2 കൂട്ടരും തമ്മിൽ യുദ്ധം നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായി നിരന്തരം ബന്ധമുണ്ടാകുന്നു, ഉമ്മത്തുമായി ബന്ധമുള്ള ആളാണെന്നും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് വിളിക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകുമെന്നൊക്കെ റസൂൽ പറഞ്ഞല്ലോ. അത് റിപ്പോർട്ട് ചെയ്ത സ്വഹാബികളല്ലേ, ആ സ്വഹാബിമാരല്ലേ അത് വിളിച്ച് കാണിക്കേണ്ടത് അല്ലേ? സ്വഹാബി വര്യന്മാരല്ലേ അത് വിളിച്ച് പ്രവർത്തിച്ച് കാണിക്കേണ്ടത്? പക്ഷേ അവരുടെ പ്രയാസഘട്ടങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു വിളി നമ്മൾ കണ്ടില്ല. അവർ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. റസൂലുള്ളാഹിയിൽ നിന്ന് എന്തെങ്കിലും ഉത്തരം കിട്ടുമല്ലോ, നമുക്ക് റസൂലുള്ളാഹിനോട് ചോദിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇല്ല, ഒന്നിലും നമ്മൾ കാണുന്നില്ല. ഒരൊറ്റ വിഷയത്തിൽ നമുക്കത് കാണാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ സംഭവം. ഇനി ഞാൻ അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഈ ലഉജീബന്നഹു ലഅജബ്തുഹു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഒരു റിപ്പോർട്ട് കൂടി അക്കൂട്ടത്തിൽ കൂട്ടി വായിക്കണം. എന്റെ അടുത്ത് വന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം സലാം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് സലാം മടക്കുക തന്നെ ചെയ്യും എന്നും ഒരു റിപ്പോർട്ട് അക്കൂട്ടത്തിലുണ്ട് ഇല്ലേ? അക്കൂട്ടത്തിൽ റിപ്പോർട്ട് അങ്ങനെയുമുണ്ട്. മൂന്നാമതൊരു റിപ്പോർട്ട് വീണ്ടും കാണാം. ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദറക് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ലഅറുദ്ദന്ന, ഞാൻ അദ്ദേഹത്തിന് സലാം മടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യബ്ന അഖീ, എന്റെ സഹോദര, എന്റെ സഹോദരപുത്ര, ഈസാ നബി അലൈഹിസ്സലാം വരുന്ന സമയത്ത് താങ്കൾ ഉണ്ടെങ്കിൽ എന്റെ സലാം ഈസാ നബിയോട് നിങ്ങളൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും എന്ന് ഈസാ നബിയോട് അബൂ ഹുറൈറ പറഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ ഒന്ന് പറയണേ എന്ന് പറഞ്ഞ റിപ്പോർട്ടുമുണ്ട്. ആ റിപ്പോർട്ടിൽ ചില ന്യൂനതകളുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ ആ റിപ്പോർട്ടിന്റെ ന്യൂനതകൾ പോലും പരിഹരിക്കുന്നതാണ് മുമ്പ് കഴിഞ്ഞു പോയ റിപ്പോർട്ടുകൾ എന്നും പറഞ്ഞത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിഷയത്തിലും ഇസ്തിഗാസ നിങ്ങളെ കയ്യിലില്ല. നിങ്ങളിങ്ങനെ പറയുന്നു നമ്മൾക്ക് വിളിക്കാനുള്ള തെളിവാണ്, നമ്മൾ വിളിച്ചോളൂ. ഇല്ല, അങ്ങനെ ഒരു പ്രയോഗം തന്നെ അതിലില്ല. ആകെയുള്ള പ്രയോഗം അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അജബ്തുഹു അല്ലെങ്കിൽ ഉജീബന്നഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുന്ന, ഞാൻ സമസ്തക്കാർക്ക് ഉത്തരം കൊടുക്കുന്നു എന്നല്ല, ഞാൻ ലോകത്തുള്ള എല്ലാവർക്കും ഉത്തരം കൊടുക്കുന്നല്ല. പിന്നെ പറഞ്ഞെന്താ, അത് ശിർക്കല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, എന്ത് സഹായത്തിനാ വിളിച്ചത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ? അതാ ഈ റിപ്പോർട്ട് കൊണ്ട് പരിഹരിച്ചത്. എന്താ റിപ്പോർട്ട്? സാധാരണ നമ്മൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സലാം പറയുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഡയറക്റ്റ്ലി കേൾക്കില്ല. അള്ളാഹു എന്ത് ചെയ്യും? മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്, മലക്കാണ് അത് എത്തിച്ചു കൊടുക്കാന്ന.
അതേ സമയത്തതാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ അവിടെയാണ് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത്. റസൂലുള്ള പറയുന്നു, അദ്ദേഹം എനിക്ക് സലാം പറയും, ഞാൻ അതിന് ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു പർവ്വതീകരിക്കുന്ന രൂപത്തിലുള്ള സംഗതികളൊന്നും അവിടെ ഇല്ല. നിങ്ങളോ അതിന്റെ മേൽ കെട്ടിമറിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആശയത്തിന് അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ആരാധന പാടുള്ളൂ, ആരാധനയുടെ വകുപ്പുകളും അവന് മാത്രമേ പാടുള്ളൂ എന്ന വാദത്തെ ഖണ്ഡിക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ തെളിവുകൾക്കൊന്നും നിലനിൽപ്പില്ല. ഇന്നലകളിൽ ഉണ്ടാക്കിയതിനില്ല, ഇന്നുണ്ടാക്കിയതിനും ഇല്ല. പിന്നെയോ പിന്നൊരു കാര്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പറയലുണ്ട്, ഞാൻ പലപ്പോഴും വായിച്ചിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾക്ക് പറയാനുള്ളത്. ഒരു പറഞ്ഞു പ്രാർത്ഥനയുടെ നിർവചനം എന്താണെന്നറിയോ? പ്രാർത്ഥനയുടെ നിർവചനം അത് അല്ലാഹുവിനോട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അതെന്നല്ലേ മുജാഹിദുകൾ വിശ്വസിക്കുക? നിങ്ങളങ്ങനെ വിശ്വസിക്കുക അല്ലേ? അള്ളാഹുവിനോട് തേടുന്ന വിഷയത്തിനല്ലേ പ്രാർത്ഥന എന്ന് പറയാം? അതെ, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല, അതിനെന്നെയാണ്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്ന തഫ്സീറുൽ ഖാസിൽ അതിലതാ അതിന്റെ തൊട്ട് ശേഷം ഒരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അതാ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ, പ്രാർത്ഥിക്കാൻ മുന്നിട്ട് വരണമെങ്കിൽ അതാ അയാൾ തീരുമാനിക്കുന്നു തനിക്കൊരാവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറ്റി കിട്ടണം, ആ ആവശ്യം നിറവേറ്റാൻ എനിക്ക് സ്വന്തം നിലക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരാളുണ്ടാവണം. അതാ റബ്ബിനെ കുറിച്ച് അവൻ അറിയുന്നു, ഇവന്റെ ആവശ്യം റബ്ബ് അറിയുന്നവനാണ്, ഇവൻ പറഞ്ഞാൽ റബ്ബ് കേൾക്കുന്നവനാണ്. അത് മാത്രമല്ല, അത് കൊണ്ടു കൊടുക്കാൻ അല്ലാഹുവിന് കഴിവുള്ളവനുമാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് മുന്നിട്ട് വരിക. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഇത് അല്ലാത്തവരോട് പറ്റോ ഇല്ലേ? അതാ വിഷയം. ഇത് അല്ലാത്തവരോട് പറ്റോ? എങ്ങനെ? ഞാനൊരു ദുആ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എനിക്ക് വേണം, അത് റബ്ബിൽ നിന്ന് മാത്രമേ നടക്കൂ എന്ന് ഉറപ്പാണ്, വേറൊരാൾക്ക് സാധിക്കൂല. അങ്ങനെ വരുമ്പോ അത് റബ്ബിനോടല്ലേ ചോദിക്കേണ്ടത്. ആ ചോദ്യത്തോട് പറ്റുമോ? അതാ നമ്മളെ വിഷയം, അതാ വിഷയം. ആ തേട്ടം സൃഷ്ടികളോട് തേടാൻ പറ്റുമോ? അതാ സുഖാസിനിൽ പറഞ്ഞ ദുആയുടെ വിശദീകരണത്തിലുള്ള വിഷയം. അത് പറ്റുമോ എന്നാണ് ഞങ്ങൾക്കറിയാനുള്ളത്. അത് പറ്റുമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മണ്ണാർക്കാട് സംവാദത്തിൽ ഇതേ ചോദ്യം മുജാഹിദുകൾ ചോദിച്ചിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോഴും അല്ലാഹു അല്ലാത്തവരോട് ദ്വാരക്കുന്നതിന്റെ ഒരു രൂപം ഖുർആനിൽ നിന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ വിഷയം വളരെ കൃത്യമാണ്. പണ്ഡിതന്മാരതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. ആ വിശദീകരണം തന്നെയാണ് മുജാഹിദുകൾക്കും പറയാനുള്ളത്. ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ നിർവചനം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കലല്ലാതെ, അതിൽ നിങ്ങൾക്ക് കുറെ ആശ്വാസമെന്നല്ലാതെ അതിൽ യാതൊരു കഴമ്പുമില്ല. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഓ മുസ്ലിമീങ്ങൾ, ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ മുഴുവൻ അബദ്ധ വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്തു കളയുവാൻ കാരണക്കാരായത് മുജാഹിദ് പണ്ഡിതന്മാരാണ്. കേരളത്തിലുടനീളം മുജാഹിദ് പണ്ഡിതന്മാരിലെ ആദ്യകാലക്കാർ ഗ്രാമാന്തരങ്ങളിൽ ഓടി നടന്നുകൊണ്ട് ജനങ്ങളെ ഉപദേശിച്ചു നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാത്തിന്റെയും പൊള്ളത്തരങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ കാര്യം മനസ്സിലാക്കി ഒഴിവാക്കി, പലതും ഒഴിവാക്കി. ആ ഒഴിവാക്കിയ കൂട്ടത്തിൽ ഒരു സംഗതി വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതൊന്ന് നിങ്ങൾ കണ്ടോളൂ. ഇൻഷാ അല്ലാഹ് ഞാനതൊന്ന് വിശദീകരിക്കാം. അങ്ങനെ പാടിയിട്ട് കാണാം. ഇട ബുറുദ്ദോദുന്നെ ഇരുമീ മരികിലൂതുന്നെ മരണമൊത്തൊരടിയനിലേ. മലബാറിലെ പഴയ ആചാരമാണ് ഈ പറഞ്ഞത്.
മലബാറിൽ പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളുടെ മരണമാണ് ഈ പറഞ്ഞത്. ഇട ബുറുദ ഓതുന്നെ, ബുറുദ ബൈത്ത് ഇടയിടക്ക് ചൊല്ലുന്നു. ഇരുമീമടുക്കലിലൂതുന്നെ, രണ്ടു മീമുള്ള സ്ഥലത്താണ് ബുറുദ മന്ത്രിക്കേണ്ടത്. ഉദാഹരണം സ്വമമി, സ്വമമി, അമമി, ഇങ്ങനെ രണ്ടു മീമുള്ളതായ സ്ഥലങ്ങളെത്തുമ്പോഴാണ് ബുറുദ മന്ത്രിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ മശായിഖ് നമുക്ക് അതിന്റെ ഇജാസത്ത് തന്നതും. അതാ പറഞ്ഞത് ഇരുമീമടുക്കലിലൂതുന്നെ, മരണം അടുത്തൊരടിയനിലേ. മരിക്കുന്ന വ്യക്തിയുടെ അരികിൽ ഒരു ബുറുദില്ല, ഇടയിട ബുറുദോതുന്നേ. മരിക്കാൻ കിടക്കുന്ന ആളരികിൽ ഖുർആൻ ഒരു ഭാഗത്ത് ഓതുമ്പോൾ ബുറുദ ഒരു ഭാഗത്ത് ഓതിയിരുന്നു. അള്ളാഹു രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തൽ നിങ്ങൾ ആലോചിക്ക്. ഈ സമുദായത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? മരിക്കാൻ കിടക്കുന്നവന്റെ മുന്നിൽ ബുറുദ ഓതിയിരുന്നു. മലബാറിലെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആചാരമാണ്. എവിടെ പോയി ആ ആചാരം? എവിടെ പോയി? തകർക്കപ്പെട്ടു. അത് എങ്ങനെ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ മുന്നിൽ അതാ മുഴുവൻ അനാചാരങ്ങളും തകർന്നു തരിപ്പണമാവുകയാണ്. അദ്ദേഹം പറഞ്ഞു, മുമ്പ് കാലത്തൊക്കെ ജനങ്ങൾ മരിച്ചിരുന്നത് ഇത് ചൊല്ലിയിട്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ ബുറുദ? റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണോ? റസൂലുള്ള പറഞ്ഞ വാചകങ്ങളാണോ? സ്വഹാബത്ത് ചൊല്ലിയ വാചകങ്ങളാണോ? അല്ല, പിൽക്കാലത്ത് വന്ന ബൂസൂരി എന്ന പണ്ഡിതൻ എഴുതിയതാണ്. അതിനകത്ത് എന്താ? അമിൻ തദക്കുരു ജീറാനിൻ ബിദി സലമി മസജിതദം അൻജറാമിൻ മുഖലതിൻ ബിദമി അം ഹബ്ബത്തിർ റീഹു മിൻ ഖായി കാദിമതി വഔമലൽ ബർഖു ഫിൽ അൽമായി മിൻ നിളമി. എന്താ പറഞ്ഞത്? മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം പറഞ്ഞത് പഴയ മലബാറിലെ ജനങ്ങളുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മരിക്കാൻ ഒരാൾ കിടക്കാണ്. ആ കിടക്കുന്ന അവസ്ഥ അറിയാലോ? രണ്ട് കാലുകളും കൂട്ടിത്തിരുമെന്ന കണങ്കാലുകൾ കൂട്ടിത്തിരുമപ്പെടുക, കണ്ണുനീർ വരുന്ന സമയം, കരഞ്ഞു ബേജാറായി വിഷമം കാരണം. ആ സമയത്താണ് ബുറുദ ചൊല്ലുന്ന ചോദിക്കുന്ന ചോദ്യതാണ്, ദീസലം എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ സഖി നിന്നിണം ചേർത്ത കണ്ണുനീർ ചാലിട്ടൊഴുക്കുന്നത്? മരിക്കാൻ കിടക്കുകയാണ്, കണ്ണുനീർ വരുമ്പോ ചോദിക്കാണ്, ദീസൽ എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ നീ കണ്ണെന്ന് രക്തക്കണ്ണീരൊഴുക്കുന്നത്? അതല്ല, കാലിമത്തിന്റെ ഭാഗത്തുനിന്ന് കാറ്റടിച്ചു വീശുന്നുണ്ടോ? അതല്ല, ഇളമിന്റെ ഭാഗത്തുനിന്ന് മിന്നൽ പിണർ പ്രത്യക്ഷപ്പെട്ടുവോ? സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചോക്ക. പടച്ചോ രക്ഷപ്പെടുത്തിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മളെ രക്ഷപ്പെടുത്തിയായിരിക്കുന്നു. ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓൻ അറബി അറിയാമെങ്കിൽ എഴുന്നേറ്റ് തോൽക്കും. ചങ്ങായി, ഞാൻ മരിക്കാൻ ബേജാറായി കരഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ ഇവിടുന്ന് പാട്ടുപാടി എന്നെ കളിയാക്കണം ചോദിക്കും. മാത്രല്ല, എന്താ പറഞ്ഞ അദ്ദേഹം പാടിയ വൈത്തെന്താ? ഇട ബുറുദോതുന്നേ മരികിലൂതുന്നേ മരണമടുത്തോരടിയനിലേ. ഇടക്കിടക്ക് ബുറുദ ചൊല്ലാണ്. എന്നിട്ടോ ഇരുമീ സ്വമാമി എന്നെടുത്തുമ്പോൾ ഒന്ന് ഊതിക്കൊടുക്കാണ്. ആരാ മോനെ മന്ത്രിപ്പിച്ചത്? റസൂൽ പഠിപ്പിച്ചതാണോ? സ്വഹാബത്ത് ചെയ്തിരുന്നതാണോ? അതാ മുജാഹിദികൾ ചോദിച്ചത്. ഇതിനാ നിങ്ങൾ തെളിവ് പറയേണ്ടത്. ഉണ്ടാക്കിയ നൂറുകണക്കിന് ബിദ്അത്തുകൾ, നൂറുകണക്കിന് വിഷയങ്ങൾ. തലയെടുത്തൂരിലെ എന്റെ ഒന്നാമത്തെ പ്രസംഗത്തിന് അതാ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കാരന്തൂരികളെ നിങ്ങൾ മതമേതാണ് എന്ന സീരിയുടെ പേര് തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം, കേൾക്കണം, എത്തിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. അവർ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ ജനങ്ങളോട്. കാരണം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നൂറുകണക്കിന് നൂതനവാദങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? ഒന്ന് അകർത്തിൽ ജനങ്ങൾ പുറങ്കാല് കൊണ്ട് ചവറ്റയിലെ തള്ളിക്കളഞ്ഞു ആശയത്തെ. ഉണ്ടോ? ഇല്ല. മുമ്പ് പ്രസവിക്കണമെങ്കിൽ പോലും നഫീസത്ത് ബീവിയുടെ ബൈത്ത് ചൊല്ലണമായിരുന്നു. നഫീസമാല ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബില്ലി നഫീസത്ത് മാല ചൊല്ലിടുന്നു ഞാന്. ഞാൻ കുറെയൊക്കെ മറന്നു വയ്ക്കണം കേട്ടോ.
അതിലിങ്ങനെ ചൊല്ലിയിരുന്നു. ആ ബൈത്ത് ചൊല്ലിട്ടാണ്. എന്നിട്ട് അവസാനം ഒരു ഇറക്കല് എന്താ, നബി മുതലായ നബി മുത്തുമകളായ ബംഗീശ മഹിള് ബൈത്തി പതിയോരായേ കരുണാരതരുൾ ബിബി നഫിസത്തിൽ റളിയല്ലാ കാരുണരിലാനാങ്കൽ കണൈ തീടല്ലാ. മനസ്സിലായോ? എല്ലാ ദിവസവും തന്നെ പരിപാടി ആയതുകൊണ്ടാ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്റെ ഇങ്ങനെ ചൊല്ലിയിരുന്നു. എന്താ, പടച്ചോനോട് പറയാണ്, പടച്ചോനെ നഫീസ ബീവിയുടെ റിള ഒന്ന് വാങ്ങിത്തരണേ റബ്ബേ. നമ്മളൊക്കെ റബ്ബിനോട് പടച്ചോനെ തരണേ, നിന്റെ തൃപ്തി തരണേ. കിടക്കുന്ന മുന്നിൽ വെച്ചു ആരോട്? അള്ളഹാനോട് പറയാണ്, പടച്ചോനെ തൃപ്തി ഒന്നും തരണേ. എവിടെ പോയി? തകർപ്പെട്ട് ഏറ്റവും വലിയ കടുത്താണെങ്കിൽ കൂടിയും പെണ്ണിന്റെ ജോലി നടക്കണമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ പോണം. മനസ്സിലായോ? വലിയ നഫീസത്തുൽ മിസ്രിയെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ഉസ്താദുമാരും തന്റെ ഭാര്യ പ്രസവിക്കണമെങ്കിൽ എവിടെ പോണം? ലേബർ റൂമിലെത്തണം. ഒരു ക്രിസ്ത്യനെ കണ്ടിട്ട് ലേബർ റൂമിൽ അതെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി. പിന്നെ അപ്പൊ ഓന്റെ ഒരു ചെറിയ സംശയം കേട്ടപ്പോ ഒരു സംശയം ചോദിച്ചു, നമുക്ക് ഈ നഫീസത്തുൽ മിസ്രിയിലെ പോരെ? അപ്പൊ പറഞ്ഞു സ്റ്റേജിലുള്ളത്, ക്രിക്കറ്റിലാണ്, അവിടെ ഒന്ന് ഫലപ്പെടുക. കണ്ടേ, 100 കണക്കിന് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ട് എവിടെയാ നഫീസത്തുൽ മിസ്രിയ എന്ന ഉള്ളത്? ആ റൂമുള്ളത് എവിടെയാ? സുബ്ഹാനല്ലാഹ്. അതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടുപ്പെട്ടു വിരോധാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഉയർത്തിവിട വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ മുന്നിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളും തരിപ്പണമായി. ഇപ്പോഴോ ഇന്നലെ ചോദിച്ചിരുന്ന മുജാഹിദുകളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുന്ന, ഇന്നലൊക്കെ ചോദ്യം മുജാഹിദുകളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുന്ന, മുജാഹിദുകളോട് പറയാൻ പറ്റുമെന്നൊക്കെ ആയിരുന്നു. ഇന്ന് ചോദ്യം മാറി. ഇന്ന് ചോദ്യം ഹുസൈൻ ചേലാമ്ര. ചോദ്യം, മഹാനായ ഉടനീളം ഇവർ ഇത്തരം എന്ന് മസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരെ നിസ്കരിച്ചാൽ നിസ്സം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മാസപ്പിറവി ഉറപ്പിയാൽ അത് സ്വീകരിക്കണോ എന്നതിനെ കുറിച്ച് ഒരു മറുപടി ഇട്ടാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവെന്ന് പറയുന്നുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടതാണ്. ഇന്നലകളിൽ മുജാഹിദുകൾ ചോദ്യമായിരുന്നു, അത് പാടുണ്ടോ? ഇവരെ തുടർന്ന് നിസ്കാൻ പാടോ? മാത്രല്ല, ഇവര് നിക്കാഹ് ചെയ്താൽ ശരിയാകുമോ? നിക്കാഹ് കഴിച്ചു കൊടുത്താൽ ശരിയാകുമോ എന്ന് ചോദിച്ചു പണ്ഡിതന്മാരെ കുറിച്ച്. അൽഹംദുലില്ലാഹ്, തിരിച്ചടിയാണത്. കേരളത്തിൽ അല്ലാഹുവേ ആർശത്തെ നിങ്ങളുടെ മുന്നേൽപ്പിച്ചു കൊടുത്ത 40 വട്ടം വിളിക്കാം, കളിയാക്കാൻ വിളിക്കാനും ശ്രമിച്ചുകൊണ്ട് നടന്ന ആളുകൾക്ക് കൊടുത്ത തിരിച്ചടിയാണ്. കാണണം നിങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം അതിനെ തകർക്കാൻ പറ്റില്ലെന്നൊക്കെ. ഇപ്പൊ കണ്ടില്ലേ, കേരളത്തിൽ 90% മല്ലുകളിലും മുജാഹിദ് പ്രസ്ഥാനം ശക്തിയാർജിച്ചു. നിർണായക ശക്തിയാണ്. ഞങ്ങൾ പൊടി കൊണ്ടെറിഞ്ഞു, ഞങ്ങൾ കല്ലോ, നിങ്ങൾ കൂക്ക് വിളിച്ചു, ഞങ്ങളെ മൈക്ക് പെർമിഷൻ കട്ട് ചെയ്യിപ്പിച്ചു, ഞങ്ങളെ LC പെർമിഷൻ കട്ട് ചെയ്യിച്ചു, ഹോസ്പിറ്റൽ കൊടുത്തു. മഹല്ലിലെ മുഴുവൻ ജനങ്ങളെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമം നടത്തിയിട്ട് കഴിയാതെ വന്നപ്പോൾ കൂട്ടത്തിലുള്ള ആളുകളെ കൊണ്ട് മാത്രം ഒപ്പിടിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊടുത്തു. ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ ചെയ്താലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനത്തെ തടയാൻ സാധ്യമല്ല. ഞാൻ ഈ സമയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കുറെ വിഷയങ്ങൾ. ഇവിടുന്ന് മുജാഹിദുകളെ ചീത്ത വിളിക്കാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ആദർശപരമായ വിഷയത്തെ അതിന്റെ കൃത്യമായ റൂട്ടിൽ ഞാൻ ഇതാ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വിശദീകരണമുണ്ടെങ്കിൽ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ സാധ്യമാകുമെങ്കിൽ മറുപടി അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അത് വിശദീകരണം നൽകുന്നതാണ്. അത് മറുപടി അറിയിക്കാത്തൊരു പ്രത്യേകമുണ്ട്. ചില സമയങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ ചൊല്ലുണ്ട്,